حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا تقي الدين محمد الدارمي القادري رضي الله عنه أستاذنا السيد علميك الأستاذ رضي الله عنه سيدنا بن عبد الصوفي رضي الله عنه أستاذنا محمد سلار كننا رضي الله عنه سيدنا كلور أستاذ رضي الله عنه. الفاتحة. بسم الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുന്നാര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഫഅനാ ലക ദിക്റക എന്ന് പറഞ്ഞിടത്ത് ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു, വിഷയങ്ങൾ പറഞ്ഞു. അള്ളാഹുവിനെ എവിടെ പറഞ്ഞാണ് റസൂലുള്ളാഹിനെ പറയും, റസൂലുള്ളാഹിനെ എവിടെ പറഞ്ഞാലും അള്ളാഹിനെ പറയും. ഫഅലമു അന്നബിക്കും റസൂലുള്ളാഹ്, നിങ്ങൾ റസൂലുള്ളാഹുണ്ട്. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ എന്ന് അള്ളാഹു പറഞ്ഞു, മുത്തഖീങ്ങളോട് കൂടെയാണ്. റസൂലുള്ളാഹ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബി നമ്മൾ പറയും, സ്വലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയും. എവിടെ വെച്ച് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും റസൂലുള്ളാഹിന്റെ മുന്നിലാണ് നമ്മൾ. വമിൻ ദിക്രിഹി മഅഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ പെട്ടതാണ് റസൂലുള്ളാഹിയോടുകൂടെ. വമിൻ ദിക്രിഹി, അല്ലാഹുവിനെ പറഞ്ഞതിൽ പെട്ടതാണ്, റസൂലിനെ പറഞ്ഞതിൽ പെട്ടതാണ് മഅഹു തആല അല്ലാഹുവോടുകൂടെ. അൻ ഖറന ത്വാഅതഹു ബി ത്വാഅതിഹി വസ്മഹു ബിസ്മിഹി, അല്ലാഹു തആലയുടെ താഅത്തിനെ റസൂലുള്ളാഹിന്റെ താഅത്തിനോടും അള്ളാഹുവിന്റെ ഇസ്മിനെ റസൂലുള്ളാഹിന്റെ ഇസ്മിനോടും കൂട്ടിപ്പറഞ്ഞു. ഫഖാല തആല വഅതീഉല്ലാഹ വറസൂല വആമിനൂ ബില്ലാഹി വറസൂലിഹി. കണ്ട, ഇത് രണ്ടും ഒന്നൊന്നിനെ തൊട്ട് മുൻഫക്കാണ്, വൈറു മുംതനിയാണ്, വൈറു മുൻഫക്കാണ്. ലാസിമാണ്, ലാസിം ബയ്യൻ ബിൽ മഅനൽ അഖസ്. നമ്മളെ മറ്റേ കിതാബിലൊക്കെ പറയില്ല, ഈ നമ്മളെ ഈ സൂഫി കിതാബുണ്ടല്ലോ മന്തിഖ്, ഏറ്റവും വലിയ സൂഫി കിതാബാണ് തശ്രീ മന്തിഖ്, സറഹ് തഹ്ദീബ്, കുത്തുബി, മീറൊക്കെ. അപ്പൊ അതിലിങ്ങനെ പറയുന്നതാണ്, കുല്ലിയാത്തുകൾ എണ്ണിയെടുത്ത് നാലാമത്തെ കുല്ലിയായിട്ട് ഖാസ് എണ്ണിയിട്ടുണ്ട്, അഞ്ചാമത്തെ കുല്ലിയായിട്ട് ആമ്മ എണ്ണിയിട്ടുണ്ട്. ഖാസ് തന്നെ അതെന്താകും, ഇനിംതന ഇൻഫിഖാഖുഹു അനിൽ മഅറൂദ്, അത് ലാസിമുൻ. ആ ലാസിമ് തന്നെ ബയ്യനുൻ. ബയ്യനുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമായതാണ്, ഒന്നൊന്നിന് നിർബന്ധമായതാണ്. അള്ളാഹുവിനെ തസവ്വുറാക്കുമ്പോൾ റസൂലുള്ളാഹി വന്നു പോകും. അതാണ് ലാസിം ബയ്യൻ ബിൽ മഅനൽ അഖസ്. അല്ലെങ്കിലോ അള്ളാഹുവിനെയും റസൂലിനെയും നമ്മൾ തസവ്വുറാക്കുമ്പം ഇത് രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നുള്ള ജസ്മ് കിട്ടും നമുക്ക്. എങ്ങനെയായാലും എങ്ങോട്ട് ചാടിയാലും എവിടെ പോയാലും റസൂലുള്ളാഹിനെ ഒഴിവാക്കി അള്ളാഹുവിനെയോ അള്ളാഹുവിനെ ഒഴിവാക്കി റസൂലുള്ളാഹിനെയോ പറയാൻ പറ്റില്ല. അതാണ് അൽഹാസിൽ പറയാനുള്ള അതേ ഉള്ളൂ. അത്തിയുല്ലാഹ വറസൂല വമൻ യുതിഇർ റസൂല ഫഖദ് അത്വഅ അല്ലാഹ്. റസൂലിന് വഴിപ്പെട്ടാൽ അള്ളാഹിന് വഴിപ്പെട്ടു. അള്ളാഹുവിന് നിങ്ങൾ വഴിപ്പെടണം, റസൂലിന് വഴിപ്പെടണം. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, റസൂലിനെ കൊണ്ട് വിശ്വസിക്കണം. ഫജമഅ ബൈനഹുമാ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇടയിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ താഴത്തിന്റെയും റസൂലുള്ളാഹിന്റെ താഴത്തിന്റെയും ഇടയിൽ ബിവാവിൽ അത്ഫി അൽ മുശദ്ദിഖത്തി, രണ്ടിനെയും കൂറാക്കുന്നതായ, രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതായ അൽ മുശദ്ദിഖത്തി എന്ന് വായിക്കണം. ബി കസറിൽ വാവി, മുസ്തരിക്കത്തി എന്ന് പറയുന്ന കണക്കന്നെ. ബി കസറിൽ വാവിൽ മുശദ്ദദ, മനസ്സിലായോ? രണ്ടും ശിർക്കത്താണ്, രണ്ടും കൂറാണ്. വലാ യജൂസു ജംഉ ഹാദൽ കലാം, ഇതേപോലെയുള്ള കലാമുകൾ ഒരുമിച്ച് കൂട്ടാൻ പറ്റുകയില്ല. ഫീ ഗൈരി ഹഖ്ഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ടല്ലാതെ ബന്ധപ്പെടുത്താനേ പറ്റുകയില്ല. മനസ്സിലായില്ലേ? ആ അപ്പൊ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഒരു ഹുക്കുമിലും ഒരുമിച്ചു കൂട്ടാൻ പറ്റുകയില്ല. അള്ളാഹുവിനോട് ശിർക്കാക്കാൻ പറ്റുകയില്ല. തശ്രീക്ക് പറ്റുകയില്ല. വാവ് കൊണ്ട് ഫി ഹുക്കുമില്ലാക്കാമി ലാ യജൂസു ഇല്ലാ ഫി ഹഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹു അംറുൻ ശറഫ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹു തശ്രീഫാക്കിയതാണ്, ഷറഫാക്കിയതാണ്. വറഫഅനാ ലക ദിക്റക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. മനസ്സിലായില്ലേ? ഒരു ഹുക്കുമിലും അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കേൽക്കാൻ പറ്റില്ല. അത് റസൂലുള്ളാഹിനെ അല്ലാതെ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം അവിടെ ശാരീഹ്യങ്ങൾ എഴുതിയേക്കുന്നു? എന്താ ഇനി അവിടെ ഇനി കുറെ പറഞ്ഞതൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. حدثنا الشيخ أبو علي الحسين بن محمد الجبائي الحافظ فيما أجازني وقرأته على الثقة أنه قال حدثنا أبو عمر النمري قال حدثنا أبو محمد بن عبد المؤمن حدثنا أبو بكر بن داسة حدثنا أبو داود السجزي حدثنا أبو الوليد الطارسي حدثنا شعبة عن مسعود عن عبد الله بن يسار عن حذيفة رضي الله عنه عن النبي صلى الله عليه وسلم قال لا يقولن أحدكم ما شاء الله وشاء فلان. ما شاء الله അള്ളാഹു ഉദ്ദേശിച്ചു, മറ്റാൾ ഉദ്ദേശിച്ചത് പറയാൻ പാടില്ല. എങ്ങനെ? മാഷാ അല്ലാഹു വശാ വാവ് കൊണ്ട് പറയാൻ പാടില്ല. വലാക്കിൻ പറയേണ്ടത് മാഷാ അല്ലാഹു സുമ്മ ഷാ ഫുലാൻ എന്നാണ് പറയേണ്ടത്. വാവിട്ട് പറയരുത്. ഖാൽ ഖത്താബി അർശദഹും സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. ലാ യഖൂലന്ന അഹദുക്കും മാഷാ അല്ലാഹു വശാ ഫുലാനുൻ വലാക്കിൻ മാഷാ അല്ലാഹു സുമ്മ ഷാ ഫുലാനുൻ. കുറെ കഴിഞ്ഞിട്ട് അതാ സുമ്മ. അപ്പൊ ഖത്താബി പറയുന്നു അർശദഹും സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് വഴികാട്ടി കൊടുക്കുകയാണ്. ഫീ തഖ്ദീം മശിയത്തില്ലാഹ്, അള്ളാഹുവിന്റെ മശിയത്തിനെ മുന്തിക്കണം. അലാ മശിയത്തി മൻ സിവാഹു, അള്ളാഹു അല്ലാത്തവരുടെ മശിയത്തിനേക്കാൾ. അഖ്താറഹ അതിന് തെരഞ്ഞെടുത്തത് സുമ്മയാണ്. അല്ലത്തി ഹിയ ലിന്നസഖി അത് അത്തഫിനുള്ളതാണ്. വത്തറാഹി പിന്നീട് കുറെ കഴിഞ്ഞിട്ട്. അതാ ബിഖിലാഫിൽ വാവി വാവിനെതിരുകൊണ്ട് അല്ലത്തി എങ്ങനത്തെ വാവാണ്? ഹിയ ലിൽ ഇസ്തിറാഖി. കണ്ടാ? അപ്പൊ അതിനെ സംബന്ധിച്ചുകൊണ്ടൊരു പണ്ഡിതൻ ഒരു ഹദീസ് പറയുന്നു. വാവിട്ട് പറഞ്ഞെടുത്ത് റസൂലുള്ള എന്ത് ചെയ്തിരിക്കുന്നു? എഴുന്നേറ്റ് പോണെന്നൊക്കെ പറഞ്ഞു റസൂലുള്ള. അങ്ങനെ പറയരുതെന്നൊക്കെ പറഞ്ഞു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാദു കൊണ്ട് പറയുന്നതാണ്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹിനെ ഇകഴ്ത്തിക്കൊണ്ടും ഈസാ നബിയെ പുകഴ്ത്തിക്കൊണ്ടും ഒരു യഹൂദിയും ഒരു സഹാബിയും തമ്മിൽ തർക്കമുണ്ടായില്ലേ? ആ സഹാബി യഹൂദി അടിച്ചു. റസൂലുള്ളാഹിനെ കംപ്ലൈന്റ് എത്തി. അപ്പൊ റസൂലുള്ളാഹി ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന രീതി നിങ്ങൾ എന്തിനാ എനിക്ക് കൂടുതൽ മദ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് മദ് ചെയ്യേണ്ടെന്നല്ല, മദ് ചെയ്യണം, കുഴപ്പമുണ്ടാക്കുന്ന രീതി ആകരുതെന്നാ പറഞ്ഞ എന്റെ മന. അല്ലെങ്കിൽ സ്വന്തം നഫ്സിനെ പറ്റി നിങ്ങൾ മദ് ചെയ്യണമെന്ന് പറയാറില്ലല്ലോ. ആ ഒരു വിഷയമാണ് ഇനി പറയുന്നത്. ഇൻഷാഅല്ലാഹ് പോരായിരിക്കോ? ശിവ എടുക്കാൻ ടൈമില്ല, എന്താ ചെയ്യുന്നത്? ടൈം വളരെ കുറവാണ്. പറയട്ടെ, എന്തായാലും അതോട് പറയാം.
വമിഥലു ഇതുപോലെ തന്നെയാണ് അൽ ഹദീദുൽ ആഖിർ അന്ന ഖത്തീബൻ ഖത്തബ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാസംഗികൻ എന്ന് പ്രസംഗിച്ചു. ഖാല മയ്യുത്തില്ലാഹ വറസൂലുഹു ഫഖദ് റശദ എന്ന് പറഞ്ഞു. അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ടവൻ നന്മയുള്ളവനാണ്. വമൻ യഅസിഹിമ ഇനി പാവം ചെയ്താലോ ഫഖദ് അസാന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനും പാവം ചെയ്യുക എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അതിനെ പറയണം, റസൂലുള്ളാഹി പറയണം, നമ്മൾ പറയേണ്ടത് രീതി നമ്മളും പറയണം. ഫഖാല ലഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഇസ ഖത്തീബുൽ ഖൗം. ഓ ഇതെത്ര മോശമായ പ്രസംഗകനാ, അന്ത നീ എഴുന്നേറ്റ് പോ. ഔഖാല അല്ലേ പറഞ്ഞു ഇത് പോടാ എന്ന് പറഞ്ഞു. ഖാല സുലൈമാൻ അബൂ സുലൈമാൻ കരിഹ മിന്നൽ ജംഅ ബൈനൽ ഇസ്മൈനി. റസൂലുള്ളാഹി അത് വെറുത്ത് പറഞ്ഞതാണ് രണ്ട് ഇസ്മുകളെ ഒരുമിച്ച് കൂട്ടുന്നതിന് തൊട്ട് ബിഹർഫിൽ കിനായത്ത് ഇമാ ഫീമിന തസ്വിയത്തി സമമാക്കലുണ്ടല്ലോ, തശ്രീക്കാക്കലുണ്ടല്ലോ. അതൊരു ഒരു പണ്ഡിതന്റെ വിഷയമാണത്. അതൊക്കെ വീക്ഷണങ്ങളാണ് ഈ പറയുന്നതൊക്കെ, മനസ്സിലായില്ല. വീക്ഷണങ്ങൾ അങ്ങനെ പലതും പറയും. അതുകൊണ്ട് നമ്മളത് വീഴ്ച വേണമെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ തള്ളാം. വദഹബ ഗൈറു ഇലാ അന്നഹു അന്നമാ കരിഹ ലഹുൽ വഖൂഫ അലാ യഅസിഹിമ വമൻ യഅസിഹിമ എന്നിട്ട് ബാക്കി പറഞ്ഞില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അത് അങ്ങനെ പറഞ്ഞത്, എഴുന്നേറ്റ് പോകാൻ പറഞ്ഞത്. ഖാല അബൂ സുലൈമാൻ അസ്സഹു ലിമാ റുവിയ ഫിൽ ഹദീദി സഹീഹ് അന്നഹു ഖാൽ വമൻ യഅസിഹിമ ഫഖദ് വവാ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ റസൂലുള്ളാഹിനെ മുന്നിൽ വെച്ചുകൊണ്ട് അത് പറയേണ്ടായിരുന്നാണ് എന്ന്. ولم يذكر الوقوف على يسيم وقد اختلف المفسرون واصحاب المعاني في قوله تعالى إن الله وملائكته يصلون على النبي. അള്ളാഹുവിന്റെ മലായിക്കത്തുകളും റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അവിടെയാണ് അതിന്റെ വിശദീകരണമാണ് ഇനി പറയാനുള്ളത്.